ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്ക് ട്രാവലിംഗ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ പട്ടാളത്തിൽ വന്നാൽ അവർക്ക് അതിനെക്കാട്ടും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്തിനാ തള്ളുന്നത്, ക്യാമ്പിനകത്ത് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. നമ്മൾ ഓരോരോ സ്ഥലത്ത് 3 വർഷം ഡ്യൂട്ടി ചെയ്യുന്നില്ലേ, നമുക്ക് ലീവ് കിട്ടുന്നില്ലേ? ലീവ് കിട്ടുമ്പോൾ നമുക്ക് പുറത്ത് പോയിക്കൂടെ? അവിടെ നമ്മൾ ഇത്ര ദൂരം കറങ്ങി വരുന്നതും നമ്മൾ ഓരോ സ്ഥലത്ത് 3 വർഷം പോസ്റ്റിംഗ് ചെയ്തു നമുക്ക് ലീവുള്ള സമയത്ത് പുറത്ത് പോകാം. പിന്നെ ഡ്യൂട്ടി സമയങ്ങളിൽ നമുക്ക് പുറത്ത് ഡ്യൂട്ടി വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണാം. നമുക്ക് എല്ലാവരുടെയും വിത്ത് പവറോട് കൂടി നമുക്ക് കയറി ചെല്ലാം. യൂണിഫോമിലാണ് വന്നത്. ബാക്കി നമ്മൾ സിവിലിയനായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരും കയറാൻ പറ്റത്തില്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഏത് റിസ്ക് ഏരിയയിൽ നമുക്ക് കയറി പോവാം. അതൊരു പവറല്ലേ. നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യണം എന്നത് നമ്മുടെ കയ്യിലാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഇതിൽ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നില്ലേ, അതൊക്കെ ഒരു തെറ്റാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ പോലെ തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യാൻ പഠിക്കണം. പിന്നെ നമ്മുടെ സമയത്ത് നമ്മൾ പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ലീവ് സമയത്ത് നമ്മൾ കറങ്ങണം. പിന്നെ സൺഡേകൾ കിട്ടുമ്പോൾ ഓപ്പോസിറ്റ് കറങ്ങണം. അങ്ങനെയൊക്കെ നമുക്ക് സ്ഥലങ്ങൾ കണ്ടുകൂടെ? നമ്മൾ നാട്ടിൽ നിന്ന് കറങ്ങിത്തിരുന്ന് വരുന്നതും ഇവിടെ നിൽക്കുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസമില്ല. നമുക്ക് ശമ്പളം കിട്ടുന്നൊരു മാസം, നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയം നമുക്ക് ശമ്പളം ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ നല്ലൊരു ജോലി ചെയ്യാൻ നമുക്ക് കറങ്ങാനും പറ്റും. എല്ലാം കൊണ്ടും നമുക്ക് ബെസ്റ്റാണ്. കഴിവുള്ള ആൾക്കാർ പട്ടാളത്തിൽ വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ.